ഓം ശ്രീ ഭദ്രകാളി സർവമംഗളദായികേ ജഗദംബികേ നമോ നമഃ. ഓം മഹാകാളി ശ്രീഭദ്രേ രുദ്രേ നമോ നമഃ. ദുഷ്ടതയുടെയും തിന്മയുടെയും പ്രതീകമായ ദാരികനെ നിഗ്രഹിക്കുന്നതിനു വേണ്ടി ശ്രീ മഹാദേവന്റെ ത്രിനേത്രത്തിൽ നിന്നും ലോകരക്ഷയ്ക്കായി ഉദയം കൊണ്ട സ്വയംഭൂജാതയായ മഹാദേവിയാണ് ശ്രീ ഭദ്രകാളി ദേവി. മഹാദേവന്റെ തിരുനെറ്റിയിൽ നിന്നും ഇരുപുരുകത്തിനും മധ്യത്തുള്ള ഭൂമധ്യം എന്ന് പറയുന്ന ഈ ഭാഗത്തിൽ നിന്നുമാണ് ഭരണി നക്ഷത്രത്തിനാളിൽ, മീനമാസത്തിലെ ഭരണി നക്ഷത്രത്തിനാളിൽ ശ്രീ ഭദ്രകാളി ദേവി സ്വയംഭൂജാത ആയത്. ഭദ്രകാളി ദേവി ദുഷ്ടനിഗ്രഹയാണ് എന്ന് പറഞ്ഞുവല്ലോ. ഈ ലോകത്തിനെ മുഴുവനും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ലോകത്തിലുള്ള സത്യത്തിനെയും ധർമ്മത്തിനെയും ഒരു വെല്ലുവിളിയായിട്ട് ദാരികൻ എന്ന അസുരൻ ലോകത്തിന് ദ്രോഹങ്ങൾ ചെയ്തപ്പോൾ ആരാലും ഈ അസുരനെ നിഗ്രഹിക്കാൻ സാധിക്കാത്ത അത്ര വരങ്ങൾ ഈ അസുരൻ ബ്രഹ്മാവിൽ നിന്നും വാങ്ങിയിട്ടുള്ളതിനാൽ മഹാദേവനെ ദേവന്മാർ ദർശനം ചെയ്ത് അവിടത്തോട് പ്രാർത്ഥിച്ചു. വരേണ ബ്രഹ്മദത്തേന ബ്രഹ്മദണ്ഡേന ചാധികം മന്ത്രദ്വയേന ചോത്സിക്തോ വിശ്വദ്രോഹി വിജൃംഭതേ ബാലാക്ഷി പാവകേ ദത്വാ വിഭിന്നം ദാനവാധമം ത്രൈലോക്യവാസിനാം ദുഃഖം ശമയ ശ്രീ മഹേശ്വര. ഇതിൻ്റെ അർത്ഥം എന്തെന്നാൽ, ബ്രഹ്മദേവനിൽ നിന്നും വരമായി കിട്ടിയ വരങ്ങൾ കൊണ്ട് ഈ ദുഷ്ടനായ ദാരികൻ ലോകത്തിനെ കിടുകിടെ വിറപ്പിക്കുന്നു. ഒരു സ്ത്രീയാൽ മാത്രമേ അവന് മരണം വരാൻ പാടുള്ളൂ. 10,000 കണക്കിന് മതയാനയുടെ ബലം അവന് ഉണ്ടായിരിക്കണം. അവൻ്റെ ഒരു തുള്ളി ചോര യുദ്ധത്തിനിടയ്ക്ക്, ദേവന്മാരുമുള്ള യുദ്ധത്തിനിടയ്ക്ക് ഭൂമിയിൽ വീണാൽ അതിൽ നിന്നും ഏവം ബിന്ദു ശതാലക്ഷം ആസുരം സംഘമുദ്യമം, ഒരു തുള്ളിയിൽ നിന്നും 1,00,000 അസുരന്മാർ ഉണ്ടായി വന്ന് അവനെ സഹായിക്കണം. ഇങ്ങനെയുള്ള ഭയങ്കരങ്ങളായ വരങ്ങൾ വാങ്ങിയിരിക്കുന്ന ഈ ദാരികനെ നിഗ്രഹിക്കാൻ ദേവാ അവിടുത്തെ തൃക്കണ്ണ് തുറന്ന് അതിലൂടെ ഭദ്രകാളി ദേവിയെ സമുദ്ഭവിപ്പിക്കണേ എന്ന് ദേവന്മാർ മഹാദേവനോട് പ്രാർത്ഥിച്ചപ്പോൾ കാലദ്രുഹസപതിപാല വിലോചനാഗ്നേ കാളാംബുധപ്രതിമ കായ നികായ കാന്തി രൂക്ഷാട്ടഹാസബദരീകൃത വിശ്വലോക സാക്ഷാതലക്ഷത തഥാ ഖലു ഭദ്രകാളി. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, കാലൻ്റെയും കാലനായ കാലാഗ്നി രുദ്രനായ നീലകണ്ഠനായ കൈലാസനാഥനായ ശിവന്റെ തിരുനെറ്റിയിൽ നിന്നും ദേവന്മാരുടെ ഈ പ്രാർത്ഥന കേട്ട ഉടനെ ലോകത്തിൻ്റെ ചെകിടടപ്പിക്കുന്ന, ലോകത്തിനെ ബധിരരാക്കുന്ന അത്ര ഹുങ്കാരത്തോടു കൂടി ഭദ്രകാളി ദേവി ശിവന്റെ തിരുനെറ്റിയിൽ നിന്നും സ്വയംഭൂജാതയായി എന്നാണ് മീനമാസത്തിലെ ഭരണി നക്ഷത്രത്തിൽ നാളിൽ. അപ്പോൾ ദേവിയുടെ നിറം നീലക്കറുപ്പായിരുന്നു. ഓം ഭിന്നാഞ്ജന സമപ്രഭായേ നമഃ എന്നാണ് ഭദ്രകാളി ദേവിയുടെ 108 അഷ്ടോത്തരത്തിൽ പറയുന്നത്. ഭിന്നാഞ്ജന സമപ്രഭായ എന്ന് പറഞ്ഞാൽ അഞ്ജന കല്ലിനെ മുറിച്ചു നോക്കുമ്പോൾ അതിൻ്റെ അകവശത്തിനുള്ള നിറം, അതായത് നീലക്കറുപ്പ് നിറം ഉണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്താണ് അച്ഛാ എൻ്റെ ശരീരം ഇങ്ങനെ നീലനിറത്തിലായിരിക്കുന്നതെന്ന് ഭദ്രകാളി ചോദിച്ചപ്പോൾ മഹാദേവൻ ശിവൻ പറഞ്ഞു, ഇത് മാർക്കണ്ഡേയ പുരാണത്തിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഈ ശ്ലോകങ്ങളെല്ലാം മാർക്കണ്ഡേയ മഹർഷി എഴുതിയ ഭദ്രകാളി മാഹാത്മ്യത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, കണ്ടേ കാളസ്യമേ പുത്രി കണ്ടേ കാളി ഭവിഷ്യസി മത്കണ്ഠ കാള കൂടസ്യ കാളിമാ കാളരൂപിണി. അർത്ഥം എന്തെന്നാൽ, ദേവി മകളെ, എൻ്റെ കഴുത്തിലെ കാളകൂടത്തിൻ്റെ നീല നിറം എൻ്റെ മകൾക്കും നിനക്കും ബാധിച്ചിരിക്കുന്നതിനാൽ ഞാൻ നിന്നെ കണ്ടേ കാളി എന്ന് വിളിക്കുന്നു. നിന്റെ നിയോഗം ദുഷ്ടനായ ദാരികനെ നിഗ്രഹിച്ചിട്ട് വരുന്നതാണ് എന്ന് പറഞ്ഞ് അച്ഛൻ ശിവൻ നിരവധി ആയുധങ്ങൾ ഈ ദുഷ്ടദാരിക എന്നെ നിഗ്രഹിക്കാനായിട്ട് കൊടുത്തു. ശൂലം, കുന്തം, ചക്രം, കടുത്തില്ല, തോമരം, വാൾ, മുസലം, ഗദ, പാശം, വേൽ, കലപ്പ, തോട്ടി, പാമ്പ്, വജ്രായുധം, സുദർശനം, ചാട്ട എന്നീ ആയുധങ്ങൾ ഭദ്രകാളി ദേവിക്ക് അച്ഛൻ ശിവൻ യുദ്ധവിജയത്തിനായി കൊടുത്തു. മാത്രമല്ല, ആഭരണങ്ങളായി ചരടുമാല, പുലിനഖം, 4 പാണി, കണ്ഠശരം,
പൂത്താലി, പാലക്കാമാല, അറിച്ചുമണിമാല, മാമ്പൂമാല, യന്ത്രക്കുഴൽ, പച്ചക്കൽ താലി, കാശുതാലി, കുഴൽ മോതിരം, പൂമാല, മുത്തുമാല, രത്നമാല, ശംഖുമാല എന്നീ ആഭരണങ്ങളും ഭദ്രകാളി ദേവിക്കായി അച്ഛൻ ശിവഭഗവാൻ നൽകി അനുഗ്രഹിച്ച് അയച്ചു. തമോ ഗുണപ്രധാനിയായിട്ടുള്ള ദേവതയാണ് ഭദ്രകാളി ദേവി. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്ന് 3 ഭാവങ്ങൾ ആദിപരാശക്തിക്കുണ്ട്. സത്വഗുണത്തിൽ ഉള്ളതാണ് മഹാസരസ്വതി. അടുത്ത് രജോ ഗുണത്തിൽ ഉള്ളതാണ് ദേവിയുടെ മഹാലക്ഷ്മി ഭാവം. എന്നാൽ തമോ ഗുണഭാവത്തിൽ ഉള്ളതാണ് ഭദ്രകാളി ദേവിയുടെ ആ രൂപം. അപ്പോൾ സൗമ്യഭാവത്തിൽ ആണ് ഭക്തജനങ്ങളോട് ദേവിയുടെ ആ വാത്സല്യ അതിരേകവും അനുഗ്രഹ ചൈതന്യമെങ്കിലും ഭദ്രകാളി ദേവിക്ക് അസുരനെ നിഗ്രഹിക്കാനായിട്ട് അസുര ശിരസ്സുകൾ കൊണ്ടുള്ള മാലയും അസുരന്മാരുടെ കൈകൾ വെട്ടിയെടുത്ത കൈകൾ കൊണ്ടുണ്ടാക്കിയ പാവാടയും ജ്വാലാകലാപം ഉതിർക്കുന്ന 3 കണ്ണുകളും അസുര രക്തം നക്കിക്കുടിക്കുന്നതിന് വേണ്ടിയുള്ള നീണ്ട നാക്കും ദേവിക്കുണ്ട്. എന്തിനാണ് ഈ നീണ്ട നാക്ക്? എന്തുകൊണ്ടാണ് അസുര രക്തം ദേവി നക്കിക്കുടിക്കുന്നതെന്ന് ചോദിച്ചാൽ, ബ്രഹ്മാവിനോട് വരങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ ഈ അസുരൻ ചോദിച്ചു, ഏവം ബിന്ദു ശതാലക്ഷം ആസുരം സംഘമുദ്യമ. അർത്ഥം എന്തെന്നാൽ, ദേവൻ ആരോടെങ്കിലും ഞാൻ യുദ്ധം ചെയ്യുമ്പോൾ അമ്പേറ്റ് എൻ്റെ ഒരു തുള്ളി രക്തം താഴെ വീണാൽ അതിൽ നിന്നും 1,00,000 അസുരന്മാർ ഉണ്ടായി വരത്തക്ക രീതിയിലുള്ള ഒരു സിദ്ധി എനിക്കുണ്ടാകണം എന്ന് ഈ അസുരൻ ദാരികൻ വരം വാങ്ങിയത് കൊണ്ടാണ് ആ അസുര രക്തത്തെ നക്കി കുടിച്ചു മാറ്റി മറ്റ് അസുരന്മാർ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഈ ദേവിക്ക് ജന്മനാ തന്നെ ഇങ്ങനെ നീളമുള്ള നാക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നാം കാണുമ്പോൾ വിചാരിക്കും, എന്താണ് ഇങ്ങനെ നീണ്ട നാക്ക്, തേറ്റ പല്ലുകൾ, പേടിച്ചു പോകില്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മളല്ല പേടിക്കേണ്ടത്. അവിശ്വാസികളും ദുഷ്ടന്മാരും അധർമ്മികളുമാണ് ഈ രൂപം കണ്ട് പേടിക്കേണ്ടത്. അമ്മ ആ രൂപത്തിൽ പോയാൽ മാത്രമേ, അത്രയേറെ ഭീകരനായിരുന്നു, ആസുരതയുള്ളവനായിരുന്നു ഈ അസുരൻ എന്നുള്ളത് കൊണ്ടാണ് അസുര രക്തം നക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ആ നാവും, അതുപോലെ തന്നെ വാള്, കുന്തം, പരിച, അമ്പ് തുടങ്ങിയ ആയുധങ്ങളും കൊണ്ട് ദേവി ഈ അസുരനെ നേരിടാൻ പോയത്. അപ്പോൾ കോടി സൂര്യപ്രകാശം ജ്വലിക്കുന്ന കരാളമായ പല്ലുകളും ആകാശം മുട്ടേ ഉള്ള കവർദമെന്ന ആ ജടയുടെ മുകളിൽ ശോഭിക്കുന്ന ചന്ദ്രക്കലയും അതിൽ അണിഞ്ഞിരിക്കുന്ന അതുപോലെ കൈകളിൽ അസുര രക്തം നിറച്ചിരിക്കുന്ന കപാലം അഥവാ തലയോട്ടി മാലയും ഒക്കെ ഉള്ള ഭദ്രകാളി രൂപം ഭക്തജനങ്ങൾക്ക് ഭക്തിയും അതുപോലെ ആഹ്ലാദവും കൊടുക്കുമ്പോൾ ദുഷ്ടന്മാർക്കും വിമർശകർക്കും ഭയം ഉളവാക്കുന്നതാണ്. അപ്പോൾ നീല നിറമുള്ളവളാണ് ഭദ്രകാളി ദേവി. അച്ഛൻ്റെ ആ കാളകൂടം ഭക്ഷിച്ച ആ കഴുത്തിൽ അച്ഛൻ പറഞ്ഞു, കണ്ടേ കാളസ്യ മേ പുത്രി കണ്ടേ കാളി ഭവിഷ്യസി. എൻ്റെ കഴുത്തിലുള്ള കാളകൂടത്തിൻ്റെ നിറം വ്യാപരിച്ചിരിക്കുന്നാൽ മകളെ നിനക്കും നീല നിറം ഉണ്ട് എന്ന് അച്ഛൻ പറഞ്ഞു. അതുപോലെ തന്നെ അതിപ്രാചീന കാലം മുതൽ തന്നെ ഭാരതീയർ ആരാധിച്ചു വരുന്ന കുടുംബ പരദേവതയും ദേശദേവതയുമാണ് ശ്രീ ഭദ്രകാളി ദേവി. കുടുംബ പരദേവതയായിട്ടും അതുപോലെ ക്ഷേത്രത്തിൻ്റെ ആരാധ്യ ക്ഷേത്രം ആയിട്ടും ദേവിയെ നമ്മൾ, ക്ഷേത്ര പ്രതിഷ്ഠാമൂർത്തിയായും ദേവിയെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. പിന്നെ ശിവന്റെ ഭദ്രമായ സ്ഥലമാണ് ഭൂമധ്യം എന്ന് പറയുന്ന നെറ്റി. അവിടെ നിന്നും സമുത്ഭവയായതുകൊണ്ടാണ് ദേവിക്ക് ഭദ്രകാളി എന്നുള്ള പേരുണ്ടായത്. ഭദ്രം എന്നാൽ ഐശ്വര്യം, നന്മ, നല്ലത്, ശുഭം എന്നിവയാണ്. അത് നൽകുന്നതുള്ളും കാളിമയായ നീല നിറമുള്ളത് കൊണ്ട് ഭദ്രകാളി ദേവി എന്ന് പേരുണ്ട്. മീനമാസത്തിലെ ഭരണി നക്ഷത്രത്തിന് നാളിലാണ് ശിവ തൃക്കണ്ണിൽ നിന്നും ഭദ്രകാളി ദേവി ദാരികനെ നിഗ്രഹിക്കാൻ ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി നന്മയുടെ പ്രതീകമായി സമുത്ഭവിച്ചത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അപ്പോൾ തിന്മയുടെ മേൽ നന്മയുടെ അവതാരമൂർത്തിയാണ് ശ്രീ ഭദ്രകാളി ദേവി.
അപ്പോൾ ആദിപരാശക്തിയുടെ തൃഭാവങ്ങളായ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന് 3 ശക്തികളുണ്ട്. അതിൽ ഇച്ഛാശക്തി സ്വരൂപിണിയാണ് ഭദ്രകാളി ദേവി, ജ്ഞാനശക്തി സ്വരൂപിണിയാണ് സരസ്വതി ദേവി, ക്രിയാശക്തി സ്വരൂപിണിയാണ് മഹാലക്ഷ്മി ദേവി. ഇങ്ങനെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിങ്ങനെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നിവയിൽ ഇച്ഛാശക്തിയാണ് ആദിപരാശക്തിയുടെ ഇച്ഛാശക്തി സ്വരൂപമാണ് ശ്രീ ഭദ്രകാളി ദേവി. പുത്രവത്സലയും ഭക്തവത്സലയും ഒപ്പം തന്നെ ക്രൂരയായ ശത്രു നിഗ്രഹയുമാണ് ശ്രീ ഭദ്രകാളി ദേവി. ദ്രാവിഡ ജനതയുടെ ആരാധ്യ ദേവതയാണ് ശ്രീ ഭദ്രകാളി ദേവി. വരിക്കപ്ലാവ് കടഞ്ഞാണ് ഭദ്രകാളി ദേവിയുടെ തിരുമുടി കൊത്തിയെടുക്കുന്നത്. മൂലസ്ഥാനമായ കൊടുങ്ങല്ലൂരിൽ ഇരിക്കുന്നതും വരിക്കപ്ലാവിൽ കടഞ്ഞെടുത്ത ആ വിഗ്രഹം തന്നെയാണ്. വരിക്കപ്ലാവിൽ കടഞ്ഞിട്ടുള്ള ഭദ്രകാളി വിഗ്രഹങ്ങളെ ഒരിക്കലും ബ്രാഹ്മണർ പൂജിക്കയില്ല. പകരം ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട പ്രത്യേക ജനവിഭാഗം മാത്രമേ ഭദ്രകാളി ദേവിയുടെ വരിക്കപ്ലാവിൽ ഉള്ള ഈ വിഗ്രഹത്തെ പൂജിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും വടക്കോട്ട് തിരിഞ്ഞാണ് ഭദ്രകാളി ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, ദാരികനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി ഭദ്രകാളി ദേവി പോയത് വടക്കോട്ടാണ്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഭദ്രകാളി ക്ഷേത്രങ്ങളെല്ലാം വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത്. പിന്നെ കല്ലിൽ ഉണ്ടാക്കിയിട്ടുള്ള ശിലാ വിഗ്രഹങ്ങൾ ഇരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങൾ ബ്രാഹ്മണരുടെ പൂജയ്ക്ക് സൗകര്യത്തിന് വേണ്ടി കിഴക്കോട്ടുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളും ഇല്ലാതെ ഇല്ല. അപ്പോൾ ഈ ഭദ്രകാളി ദേവിയുടെ ഈ തിരുമുടി കൊത്തിയെടുക്കുന്നതിന് വേണ്ടി വരിക്കപ്ലാവ് കൊടുക്കുന്ന വഴിപാടായി വരിക്കപ്ലാവ് വിട്ടുകൊടുക്കുന്ന കുടുംബങ്ങൾ നിരവധിയുണ്ട്. അവർക്കെല്ലാവർക്കും ഐശ്വര്യവും നന്മയും, കുട്ടികൾക്കെല്ലാം ദീർഘായുസ്സും ദീർഘസുമംഗലി ഭാവവും ഉദ്യോഗലബ്ധിയും ധനവും അതുപോലെ തന്നെ കുടുംബ ഐശ്വര്യവുമെല്ലാം ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹത്താൽ ഈ തിരുമുടി കൊത്തിയെടുക്കാനായിട്ട് പാലുള്ള വൃക്ഷമാണ് പ്ലാവ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് പ്ലാവിൻ്റെ കാതൽ കടഞ്ഞെടുക്കുന്നു എന്ന് ചോദിച്ചാൽ, മാതൃത്വത്തിൻ്റെ പ്രതീകമാണ് ഈ പാലുള്ള വൃക്ഷമായ വരിക്കപ്ലാവ്. അതുകൊണ്ടാണ് വരിക്കപ്ലാവിന് മാതൃവൃക്ഷം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും മാതൃവൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് ഉത്സവകാലങ്ങളിൽ എഴുന്നള്ളത്ത് നടത്തുകയും അവിടെ പ്രത്യേക പൂജകൾ നടത്തുകയും ചെയ്യുന്നത് സർവ്വസാധാരണമാണ്. അപ്പോൾ ഈ നാഗക്കെട്ടുകൾ 51 നാഗക്കെട്ടുകളോട് കൂടിയതാണ് ഈ തിരുമുടി എന്നത്. അതിൽ കുഴിനാഗം, പറനാഗം, അഞ്ജനനാഗം, എരിനാഗം, നാഗമാടൻ തുടങ്ങിയിട്ടുള്ള നിരവധി നാഗങ്ങളുടെ കെട്ടുപിണഞ്ഞ ആ ചിത്രപ്പണികൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരാശാരി ഈ നാഗക്കെട്ടുകളോട് കൂടിയ തിരുമുടി ഇതിനു വേണ്ടി ഇരുന്നാൽ നനഞ്ഞ തോർത്ത് ഉടുത്തുകൊണ്ടാണ്, തുണി ഉടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ തുണി ഉണങ്ങുന്നത് വരേക്കും മാത്രമേ അന്ന് ആ തിരുമുടി കടയുകയുള്ളൂ. അതിനുശേഷം പിന്നെ പിറ്റേന്ന് രാവിലെ വീണ്ടും ഇങ്ങനെ നനഞ്ഞ തോർത്ത് ഉടുത്തുകൊണ്ട് അല്ലെങ്കിൽ തുണി ഉടുത്തുകൊണ്ട് വേണം, ശുദ്ധവും വൃത്തിയോടുകൂടി വ്രതാനുഷ്ഠാനത്തോടു കൂടി വേണം വരിക്കപ്ലാവിൻ്റെ കാതൽ കടഞ്ഞ് തിരുമുടി നിർമ്മിക്കാൻ. കൊടുങ്ങല്ലൂരാണ് മൂലസ്ഥാനമെന്ന് നമുക്കറിയാം. കൊടുങ്ങല്ലൂർ ഖണ്ഡാകർണൻ എന്ന ഒരു പ്രതിഷ്ഠ ഉണ്ട്. ഖണ്ഡാകർണനാണ് ദാരികന്റെ ഭാര്യയായ മനോദരി കയ്യിലിരുന്ന വസൂരി രോഗാണുക്കൾ ഭദ്രകാളി ദേവിക്കെതിരെ ദാരികന്റെ ശിരസ്സും കയ്യിൽ തൂക്കിക്കൊണ്ടുവന്ന ഭദ്രകാളി ദേവിയുടെ മുഖത്തേക്ക് ദാരികന്റെ ഭാര്യയായ മനോദരി, മണ്ഡോദരിയല്ല, മണ്ഡോദരി രാവണന്റെ ഭാര്യയുടെ പേരാണ്. ദാരികന്റെ ഭാര്യയുടെ പേര് മനോദരി എന്നാണ്. മണ്ഡോദരിയുമുണ്ട്, മനോദരിയുമുണ്ട്. അപ്പോൾ ദാരികന്റെ ഭാര്യ, ഇതൊക്കെ മാർക്കണ്ഡേയ പുരാണം ഈ പറയുന്ന ആളിൻ്റെ കൈവശമുണ്ട്. അത്യപൂർവമായിട്ടുള്ള ഒന്നാണ്. മാർക്കണ്ഡേയ മഹർഷി എഴുതിയ ഭദ്രകാളി മാഹാത്മ്യത്തിൽ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദേവിയുടെ മുഖത്തേക്ക് ആ വസൂരി രോഗ ബീജാണുക്കളെ എറിഞ്ഞു കൊടുക്കുകയും ഇത് അറിഞ്ഞ് മഹാദേവന്റെ കാതിൽ നിന്നും ഒരു ചൈതന്യമൂർത്തി ഉണ്ടായി വന്നു. അതാണ് ഖണ്ഡാകർണൻ. നമ്മുടെ മധ്യ കേരളത്തിലും വടക്കോട്ടുമൊക്കെ നിരവധി ഖണ്ഡാകർണ ക്ഷേത്രങ്ങൾ ഉണ്ട്.
ഉണ്ട്. ആ സഹോദരൻ ഖണ്ഡാകർണൻ വന്ന് സഹോദരിയായ ഭദ്രകാളി ദേവിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഈ വസൂരി രോഗാണുക്കളെയൊക്കെ നക്കിയെടുക്കുകയും സഹോദരൻ സഹോദരിയുടെ മുഖത്തോട് മുഖം ചേർക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് അതുകൊണ്ട് ഇന്നും ഭദ്രകാളി ദേവിയുടെ മുഖത്ത് വസൂരി രോഗാണുക്കൾ ഉണ്ട് എന്നും ആദ്യമായി ഈ ലോകത്ത് വസൂരി രോഗാണു ബാധ ഉണ്ടായത് ഭദ്രകാളി ദേവിക്കാണെന്നും അമ്മ ആർക്കും വിത്തെറിയുകയോ അല്ലെങ്കിൽ വസൂരി രോഗം വിതരണം കൊടുക്കുകയോ ചെയ്യുന്നില്ല. ആ എറിഞ്ഞ വിത്തിനെ കുറച്ചു കൊടുക്കുന്ന അതിനെ നശിപ്പിച്ചു കൊടുക്കുന്നവളാണ് ഭദ്രകാളി ദേവി എന്നും നാം തിരിച്ചറിയുക. ചിലർ ഭദ്രകാളി വിരോധികളായിട്ടുള്ള ചിലർ ഈ കഥ എല്ലാവർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അമ്മ ഇറങ്ങി വിത്തെറിയുന്നു എന്നൊക്കെ പറഞ്ഞു പരത്തുന്നുണ്ട്. അത് കുലദേവതയും കുടുംബപരദേവതയും ധർമ്മത്തിൻ്റെ ദേവതയും ഭക്തരുടെ പെറ്റമ്മയെക്കാളും നമ്മുടെ ആത്മാവിൻ്റെ അമ്മയായ നമ്മുടെ ഹൃദയത്തിൻ്റെ നമ്മുടെ ആത്മാവിൻ്റെ ജീവന്റെ പ്രാണന്റെ അമ്മയായ ഭദ്രകാളി ദേവി ആ രോഗാണുക്കൾ ബാധിച്ച് കിടന്നപ്പോൾ ഇതറിഞ്ഞ ശിവൻ ആ കാതുകളിൽ നിന്ന് ഒരു ചൈതന്യമൂർത്തി ഉണ്ടായി. ആ ഖണ്ഡാകർണന്റെ പ്രതിഷ്ഠ നമ്മുടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കിഴക്കോട്ട് തിരിഞ്ഞ് ഇരിക്കുന്നുണ്ട്. അതിന് പൂജാരിമാർ വന്ന് എന്നും ആ ഒരു ഗ്രില്ലിനകത്താണ് അതിരിക്കുന്നത്. അവിടെ മഞ്ഞപ്പൊടി തൂറ്റുകയും വിളക്ക് ദീപാരാധന നടത്തുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിൽ ഒരു തൈലലേപനം അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ അമ്മയ്ക്കും ദേവസൈന്യത്തിനും ഉണ്ടായ മുറിവിനെ തൈലലേപനം ചെയ്ത് തേക്കൻ തടി വാറ്റിയെടുത്ത് അതിൽ കൂടെ നിരവധി അങ്ങാടി മരുന്നുകളൊക്കെ ഇട്ട് അതിൻ്റെ ആ തൈല ലേപനം ചെയ്യുന്ന ഒരു ചടങ്ങ് നിശ്ചിത കാലയളവിൽ വർഷം തോറുമില്ല അവിടെ കൊടുങ്ങല്ലൂരിൽ ഭദ്രകാളി അമ്മയ്ക്ക് നടത്താറുണ്ട്. അതുപോലെ തന്നെ കാവ് തീണ്ടലും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഭദ്രകാളി അനുഷ്ഠാനപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് കളമെഴുത്ത്. 4 മുതൽ 64 കൈകൾ വരെയുള്ള ഭദ്രകാളി ദേവിയുടെ രൂപങ്ങൾ പച്ചിലപ്പൊടി കൊണ്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിവിധ നിറത്തിലുള്ള ഇലകൾ പൊടിച്ചെടുത്ത് അതിൽ വരയ്ക്കുന്ന പതിവ് നമുക്കറിയാം. കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ എന്നാണ് ഭദ്രകാളി ദേവിയുടെ ഒരു ശ്ലോകം. അതുകൂടാതെ കാളീം മേഘസമപ്രഭാം ത്രിനയനാം വേതാള കണ്ഠസ്ഥിതാം ഖഡ്ഗം ഖേടഗുണൗഖദാരികശിരധൃത്വാകരാഗ്രേഷു ച ഭൂതപ്രേതപിശാചമാതൃസഹിതാം മുണ്ടശ്രജാലങ്കൃതാം വന്ദേ ദുഷ്ടമസൂരികാദിവിപതാം സംഹാരിണീം ഈശ്വരീം ശ്രീഭദ്രകാളി നമോ നമ. മേഘത്തിൻ്റെ നീല നിറമുള്ളവളും വേതാളത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്നവളും ദാരികന്റെ ശിരസിനെ ഛേദിച്ച് തിന്മയുടെ പ്രതീകമായ ദാരികന്റെ ശിരസിനെ ഒരു കയ്യിൽ തൂക്കി പിടിച്ചിരിക്കുന്നവളും പിന്നാലെ ഭൂതപ്രേത പിശാചുക്കളെയെല്ലാം ചവിട്ടി അമർത്തി ഒരിക്കലും മുൻപിൽ കയറരുത്, ആരെയും ഉപദ്രവിക്കരുത്, നിങ്ങൾ എൻ്റെ പിന്നിൽ കാൽച്ചുവട്ടിൽ കിടന്നോളൂ എന്ന് ആ ഭൂതപ്രേത പിശാചുക്കൾക്കെല്ലാം ആജ്ഞ കൊടുത്തുകൊണ്ട് അങ്ങനെ ദാരികനെ നിഗ്രഹിച്ച് ദാരികന്റെ ശിരസ്സുമായി ഈ ദൗത്യത്തിന് നിയോഗിച്ച അച്ഛൻ്റെ സവിധത്തിലേക്ക് കൈലാസത്തിലേക്ക് പോകുന്ന ആ ഭദ്രകാളി ദേവിയുടെ ഒരു ചിത്രമാണ് ഇവിടെ പറഞ്ഞ കാളിയും മേഘസമപ്രഭാം ത്രിനയനാം 3 കണ്ണുകൾ ഉള്ളവളും ത്രിനയനം വേതാള കണ്ഠസ്ഥിതാം വേതാളത്തിൻ്റെ പുറത്ത് കയറിയാണ് ആ മയനെന്ന് പറയുന്ന അസുരൻ സൃഷ്ടിച്ച് ഉണ്ടാക്കി കൊടുത്ത കോട്ടകൊത്തളങ്ങളും അങ്ങാടികളും അതുപോലെ തന്നെ കുതിരലായങ്ങളും ആനപ്പന്തികളും ഒക്കെ ഉള്ള ഒരു മഹാസാമ്രാജ്യത്തിലേക്കാണ് ദാരികന്റെ ആ സാമ്രാജ്യത്തിലേക്കാണ് ഭദ്രകാളി ദേവി ഈ വേതാളത്തിൻ്റെ പുറത്ത് പോയത്. ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ എല്ലാം മുൻപിൽ വാഹനമായിട്ടിരിക്കുന്നത് ദേവി എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് വേതാളമാണ്. അതുകൊണ്ടാണ് വേതാള കണ്ഠസ്ഥിതാം കയ്യിലിരിക്കുന്ന ആയുധങ്ങളാണ് ഇനി പറയുന്നത്. ഖഡ്ഗം ഖേട ഗുണൗഖദാരിക ശിരധൃത്വാകരാഗ്രേഷു ച കരത്തിൽ മുറുക്കി പിടിച്ചിരിക്കുകയാണ് വാള്, കുന്തം, പരിച,
കൂടാതെ ഒരു കയ്യിൽ ദാരികന്റെ ശിരസ് പിടിച്ചിരിക്കുന്നു. ആ രക്തം നിലത്ത് വീണാൽ ഒരു തുള്ളി രക്തത്തിൽ നിന്നും ഏവം ബിന്ദു ശതാലക്ഷമാസുരം സംഘമുദ്യമം, എൻ്റെ ഒരു തുള്ളി രക്തം നിലത്ത് വീണാൽ അതിൽ നിന്ന് 1,00,000 അസുരന്മാർ ഉണ്ടാകണമെന്ന ആ വരമുള്ളത് കൊണ്ട് അപ്രകാരം ആ രക്തം നിലത്ത് വീഴാതിരിക്കാൻ അടിയിൽ ഒരു പാത്രം വെച്ച് പിടിച്ചുകൊണ്ടാണ് ഭദ്രകാളി ദേവി അച്ഛനെ കാണുന്നതിന് വേണ്ടി അവിടെ കൈലാസത്തിലേക്ക് പോകുന്നത്. കാളിയും മേഘസമപ്രഭാം ത്രിനയനാം വേതാള കണ്ഠസ്ഥിതാം ഖഡ്ഗം കേട ഗുണൗഖ ദാരികശിര ധൃത്വാ കരാഗ്രേഷുച ഭൂതപ്രേത പിശാച മാതൃസഹിതാം, ഭൂതങ്ങളും പ്രേതങ്ങളും സപ്തമാതൃക്കളും എല്ലാം അമ്മയുടെ പിന്നാലെ ഇങ്ങനെ വരികയാണ്. ഭൂതപ്രേത പിശാച മാതൃസഹിതാം മുണ്ടശ്രജാലങ്കൃതാം വന്ദേ ദുഷ്ടമസൂരികാതി വിപതാം സംഹാരിണീം ഈശ്വരീ. മസൂരികാതി ഭയങ്കരമായിട്ടുള്ള അസുഖങ്ങളെയും മാരക അസുഖങ്ങളെയും ഒക്കെ സംഹരിച്ചു കൊടുക്കുന്നവളായ മസൂരികാതി വിപതാം സംഹാരിണി, അവയെ സംഹരിക്കുന്ന ആ ഭദ്രകാളി ദേവി ഞങ്ങളെ അനുഗ്രഹിക്കണം. വിപതാം സംഹാരിണിയും ഈശ്വരിയും ശ്രീ ഭദ്രകാളി നമോ നമ എന്നാണ് നാമം. അപ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ, കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. കുലധർമ്മത്തിൻ്റെയും കുലത്തിൻ്റെയും ദ്രാവിഡ കുലത്തിൻ്റെയും ആരാധ്യ ദേവതയായ ഭദ്രകാളി ദേവി അമ്മേ ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്നാണ്. അപ്പോൾ ദേവിക്ക്, ഭദ്രകാളി ദേവിക്ക് 10 അംശഭാവങ്ങൾ ഉണ്ട്. ഭദ്രകാളി, മഹാകാളി, ചരചണ്ഡിക, ഭൈരവി, കാളരാത്രി, കാളി, ചാമുണ്ഡി, സർവമയമുണ്ഡി എന്നിങ്ങനെ നിരവധി അംശഭാവങ്ങൾ ഭദ്രകാളി ദേവിക്ക് ഉണ്ട്. അപ്പൊ ദാരികനെ നിഗ്രഹിക്കാനായിട്ട് ഭദ്രകാളി ഭാവത്തിൽ കൂടാതെ അമ്മ ഇതേ ഈ ഭദ്രകാളി അമ്മ തന്നെ ദുർഗമനെ സംഹരിക്കാൻ ദുർഗാദേവിയായും ചണ്ടമുണ്ടന്മാരെന്ന അസുരന്മാരെ സംഹരിക്കാൻ ചാമുണ്ടേശ്വരിയായും മധുകൈടപന്മാരെ നിഗ്രഹിക്കുന്നതിനായി മധുകൈടഭഞ്ജിനിയായും, അതുപോലെ നിരവധി ഭാവങ്ങൾ മധുകൈടഭന്മാർ, ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, ഹാലാഹലന്മാർ, ഭണ്ഡാസുരനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് അമ്മ ശ്രീചക്രത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷമായത്. കാലകായൻ, ഹയഗ്രീവൻ, ദുർഗമനെ വധിച്ചാണ് ദേവി ദുർഗയായത്. ഈ ഭദ്രകാളി അമ്മ തന്നെയാണ് ദുർഗാംബികയായി. കാരണം ദുർഗമനെ വധിച്ച് ദുർഗമൻ മൂകാസുരൻ, ആ കൊല്ലൂരിലിരിക്കുന്ന ആ ഭാവം മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ത്രിശക്തിക സ്വരൂപിണി, കൊല്ലൂരിലിരിക്കുന്ന കോലാപുരേശി മൂകാസുരൻ എന്ന അസുരനെ സംഹരിച്ച് ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ മഹിഷാസുരൻ കേട്ടിട്ടുണ്ടല്ലോ, അയ്യഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദിനി ജിഷ്ണുനുതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ എന്ന് തുടങ്ങുന്ന ആ മഹിഷാസുരമർദിനിയായി മഹിഷാസുരനെ സംഹരിക്കാനും ധൂമ്രലോചനൻ, ചണ്ടമുണ്ടന്മാർ, രക്തബീജൻ, ബാഷ്കളൻ, ശുംഭനിശുംഭന്മാർ എന്നീ അസുരന്മാരെ എല്ലാം സംഹരിച്ച് ലോകത്തിന് ധർമ്മത്തിൻ്റെ പ്രതിരൂപമായി നമ്മെ രക്ഷിച്ച ആദിപരാശക്തിയുടെ ഏറ്റവും തമോ ഗുണപ്രധാനമായ ഒരു ഭാവമാണ് ശിവ ഭഗവാന്റെ തിരുനെറ്റിയിൽ നിന്നും ഭദ്രമായ സ്ഥലത്തു നിന്നും സമുദ്ഭവയായ ശ്രീ ഭദ്രകാളി ദേവി. ഭദ്രകാളി ദേവിയുടെ മൂലമന്ത്രം ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളി നമഃ. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളി നമഃ. ഒരു വിളക്ക് കൊളുത്തിവെച്ച് അതിൽ ചുവട്ടിൽ ഒരു പട്ടും കെട്ടിവെച്ച് ഈ തിരുനാമം സന്ധ്യയ്ക്കും പ്രഭാതത്തിലും ആവുന്നിടത്തോളം പറഞ്ഞാൽ അവർക്ക് സകല ശനിദോഷങ്ങളും സകല സമയദോഷങ്ങളും സകല പാപങ്ങളും അവർ മുൻ ജന്മങ്ങളിൽ ചെയ്ത എല്ലാ പാപങ്ങളും സംഹരിച്ച് ലോകരക്ഷകയും ശക്തിസ്വരൂപിണിയും അന്നപൂർണേശ്വരിയും ആദിപരാശക്തിയും ജഗദംബികയും ദാരിക നിഗ്രഹയും ഭദ്രകാളിയ എന്ന ആ പേരിൽ ലോകം മുഴുവനും
അനുഗ്രഹം ചൊരിയുന്ന അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടത്തിൻ്റെയും നായികയായ ഭദ്രകാളി ദേവി നമുക്കേവർക്കും അനുഗ്രഹവും നന്മയും ഐശ്വര്യവും തരും. ഓ ഭദ്രകാളി നമഃ. ഈ വീഡിയോ ദയവായി എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുന്നവർക്ക് എല്ലാം ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും. ഒന്ന്. രണ്ടാമത്, കള്ളിക്കാട് സുവർണൻ എന്ന വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്താൽ ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ചുള്ള നിരവധി അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓം ഭദ്രകാളി ദേവി നമഃ. ഓം ഭദ്രകാളി നമഃ. ഇതുവരെ നമ്മൾ കണ്ടതും അറിഞ്ഞതും മഹാകാളിയുടെ മാഹാത്മ്യങ്ങൾ. എന്നാൽ ഭദ്രകാളി ഭക്തർ, ദേവി ഭക്തർ ഒരിക്കലും കാണാനോ വീട്ടിൽ വെച്ച് വിളക്ക് വയ്ക്കാനോ പാടില്ലാത്ത ഒരു വികൃത ചിത്രം ചില ദുഷ്ടന്മാർ ചമച്ചുണ്ടാക്കിയിട്ടുണ്ട്. ആ ചിത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് ഭദ്രകാളി ദേവിയുടെ അച്ഛനായ ശിവനെ ഭദ്രകാളി ദേവി ചവിട്ടുന്നതായിട്ടുള്ള ഈ ഒരു ചിത്രം, ഈ ഒരു സംഭവം ഈ മാർക്കണ്ഡേയ പുരാണത്തിലോ ദേവി മാഹാത്മ്യത്തിലോ ഒരിടത്തും തന്നെ പറഞ്ഞിട്ടുള്ളത് അല്ല. അച്ഛൻ ശിവൻ്റെ തിരുനെറ്റിയിൽ നിന്നാണ് ഭദ്രകാളി ദേവി സമുദ്ഭവയായത്. അച്ഛനെ ചവിട്ടുന്നവരല്ല സനാതന ധർമ്മ മൂർത്തികൾ. ആയതിനാൽ പരക്കെ വ്യാപരിച്ചിരിക്കുന്നതും ആളുകളെ എല്ലാം അത് വിശ്വസിപ്പിച്ച് എല്ലാ ക്ഷേത്രങ്ങളിലും പലയിടത്തും വെച്ചിരിക്കുന്ന ഈ കാണുന്ന നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചിത്രം, അതായത് അടിയിൽ അച്ഛൻ ശിവഭഗവാൻ കിടക്കുന്നു. ദാരികൻ്റെ എന്നെ നിഗ്രഹിച്ച കോപം തീർക്കാനായിട്ട് അച്ഛൻ്റെ നെഞ്ചിൽ ചവിട്ടുന്ന ഈ കള്ളച്ചിത്രം, ഈ വികൃത ചിത്രം, ഈ വികല ചിത്രം കാണുകയോ പ്രചരിപ്പിക്കുകയോ നോട്ടീസിൽ അച്ചടിപ്പിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. അത് ഭദ്രകാളി ദേവിയെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. ആയതിനാൽ നിലത്ത് അച്ഛൻ കിടക്കുന്നതും അച്ഛൻ്റെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് ഭദ്രകാളി നിൽക്കുന്നതുമായിട്ടുള്ള ഈ ചിത്രം ചില തൽപര കക്ഷികൾ, അത് ആരാണെന്ന് ഇവിടെ പരസ്യമായി പറയുന്നില്ല, ഭദ്രകാളി വിരോധികളായിട്ടുള്ള ഒരു വിഭാഗം, അത് ഹിന്ദുക്കളിലുള്ളവർ തന്നെയാണ്. അവർ ഇങ്ങനെ കള്ളമായിട്ട് വരച്ച് എഴുതി ഉണ്ടാക്കിയാണ്. ഒരു ചരിത്രത്തിലും ഒരു മാഹാത്മ്യത്തിലും ഒരു പുരാണത്തിലും ഭദ്രകാളി ദേവിയെക്കുറിച്ച് പറയുന്ന ഇവിടെ നിങ്ങൾ കണ്ട മാർക്കണ്ഡേയ പുരാണത്തിൽ ഇങ്ങനെ ഒരു സംഭവമില്ല. ആയതിനാൽ അച്ഛൻ ശിവനെ ചവിട്ടിക്കൊണ്ട് നിൽക്കുന്ന ഈ പടം നിങ്ങൾ ഒഴിവാക്കുക. അങ്ങനെയുള്ളവർക്ക് ഭദ്രകാളി ദേവിയുടെ ശാപവും കോപവുമല്ലാതെ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതല്ല. അച്ഛനെ ചവിട്ടുന്നവളല്ല ഭദ്രകാളി ദേവി. അച്ഛൻ ശിവനെ ദേവി ചവിട്ടിയിട്ടുമില്ല. ഈ കാണുന്ന ചിത്രം വികല ചിത്രമാണ്. ഇത് പ്രചരിപ്പിക്കുന്നത് തെറ്റായ ചിത്രമാണ്. ഓം മഹാകാളി നമഃ.